എന്നാണ് പൊന്നുമോനെ പറയേണ്ടത്. പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എപ്പോഴും ഇത് പറയട്. ലോകത്തിന്റെ നേതാവ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞത് സുബ്ഹാനല്ലാഹല്ല, അൽഹംദുലില്ലാഹല്ല, അല്ലാഹു അക്ബർ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം പ്രവാചകൻ അവിടെ നിന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഇസ്തിഗ്ഫാറാ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ദിക്റാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. സ്വഹാബികൾ അതാ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ എന്തിനാ 70 എന്ന് പറഞ്ഞത്? 70 എന്ന് എണ്ണം പറയാറുള്ള കാരണം എന്താ? ചെറുപ്പക്കാരാ പറയാ മടിക്കുന്നു. എടാ ഇന്ന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാതെ ഉറങ്ങുന്നു. ഇന്നത്തെ ദിവസം മുതൽ ഇവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പിരിയുകയാണ്. അല്ലാഹുവേ 2019 അല്ലാഹുവേ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം 70 പ്രാവശ്യം പറഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 700 പാപം അല്ലാഹു പുറത്തു തരികയാ. എന്താടാ വേണ്ടത്? നിനക്ക് എന്തേ വേണ്ടത്? ഇന്ന് ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാ പുറത്തു തരുമെങ്കിൽ അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ, അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ. അല്ലാഹുവേ ഇന്ന് മുതൽ ഇസ്തിഗ്ഫാർ പറയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് മുതൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയും. ഇന്നത്തെ രാത്രി പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തീരുമാനിക്കുന്നവർ കൈവക്ക്. ഇന്നത്തെ കാര്യം ഞാൻ ചോദിക്കും, നാളെ മുതൽ നിന്റെ ഇഷ്ടം. കൈവക്ക്. എന്തേ പ്രതിഫലം? പ്രതിഫലം കേട്ടോ. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. പൊക്കാത്തവൻ കരഞ്ഞു. പൊക്കാത്തവൻ കരയുന്നത് കേട്ടോ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ചെയ്ത 700 പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞ ഇന്ന് ചെയ്തത് മുഴുവനും പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. 2, കൈവക്കാ മനസ്സില്ലാത്തവര് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പടച്ച റബ്ബ് സ്വർഗ്ഗം തരുമടോ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. അത് പറയാ മനസ്സില്ലാത്തവര് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരുമല്ലോ. താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലോ. കുറച്ചവരെ താങ്ങാൻ കഴിയാത്ത വേദന എന്തോ. കുറച്ചവരെ എന്റെ പ്രിയ സുഹൃത്ത് തസ്ലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അവന്റെ പ്രിയപ്പെട്ട പിതാവ് മണ്ണറയിലാണ്. ആ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കുറച്ചവരെ പൊന്നുമോനെ പോലെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് വേദന കയറുമ്പോഴും പറഞ്ഞു, ഉസ്താദേ ഇന്നലെ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോയ കഥയാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ അതാ 21 വയസ്സുള്ള കാണാനടകുള്ള സുന്ദരിയായ പെണ്ണ് തന്നെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ കാണുകയാണ്. മോളോട് എല്ലാവരും പറഞ്ഞു, നിക്കാഹല്ലേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഈ ക്യാൻസർ പിടിച്ചു കിടക്കുന്നവൻ എപ്പോഴാണ് മരിക്കുക
മരിക്കുന്നത്, അതുകൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറയുമ്പോ അല്ലാഹുവേ എനിക്ക് മരിക്കുന്നത് വരെ ഇതാണ് എന്റെ ഭർത്താവ്, ഞാൻ ഈ മനുഷ്യന്റെ മൂത്രം വാരാന് കാഷ്ടം വാരാന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ ഭർത്താവിന്റെ കഴുത്തെടുത്തിട്ട് ഓടുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് പ്രായം ചെന്ന മക്കളെ കെട്ടിച്ച ഉമ്മമാര് വരും അതാ വികാരം തീർക്കുന്നതിന് വേണ്ടി കാമം മൂക്കുമ്പോ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് ഭർത്താവിന്റെ മുഖത്ത് ആസറ്റൊഴിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് അല്ലാഹുവേ ഇതുപോലെ ഒരു പെണ്ണുണ്ടല്ലോ. ഖദീജ ബീവിയുടെ ചരിത്രം പറയുമ്പോ, ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾ പറയുമ്പോ, ഇന്നലെ ജീവിച്ചിരുന്ന ഒരു ഖദീജയെ കണ്ടെന്ന് പറയുമ്പോ പഠിച്ചവനെ മാരക രോഗം പിടിച്ചവന്നോ ആർക്കാ സഹിക്കാൻ കഴിയാ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ പിടിക്കുന്ന കാലമല്ലോ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ, ഏത് ഉമ്മയ്ക്കാ താങ്ങാൻ കഴിയാ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് നീ ശിവ കൊടുക്കണേ തമ്പുരാന്, കരുണ കാണിക്കണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു തന്നെ നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ വാപ്പാ? നിന്റെ പൊന്നാര മക്കളുടെ ജനാസ കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ പെങ്ങള്? പഠിച്ചവരെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കിടന്നു ചെന്നു. ഈ കാസർഗോഡ് ജില്ലയില് അല്ലാഹുവേ ഒരു പൊന്നുമോ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ബാസിത്ത് എന്ന് പറയുന്ന ഒരു മുതഅല്ലിമായ പൊന്നുമോ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിച്ചവനാ, കഴിഞ്ഞ വർഷം റമളാനിൽ ഖുർആൻ ഓതിയവനാ. അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ സഹോദരന്റെ കണ്ണ് നിറയുകയാ. പഠിച്ചവനെ ഞാൻ സംസാരിക്കുമ്പോ ഇന്നലെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതാ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പോലും കരയുകയാ. അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ. മോനെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ, മരിച്ച വീട്ടിലേക്ക് ഖുർആൻ ഓതാൻ പോയതാ. ബൈക്കെടുത്ത് കൊണ്ട് പോകുമ്പോ അതാ പടച്ച റബ്ബിന്റെ തീരുമാനം കിടന്നു വന്നു. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ ബൈക്കതാ പാഞ്ഞു പതാ ബസിന്റെ അടിയിലേക്ക് കയറി. റബ്ബേ പൊന്നുമോൻ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാകുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കൂടെ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വരുന്നിറങ്ങവാ. കാണേണ്ട താമസം ചാലത്ത് വന്നിരുന്നിട്ട് എന്ത് പറയണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. തന്റെ പൊന്നാര മകന്റെ മരണം കബറടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ആ പിതാവ് കരഞ്ഞ കരച്ചിലുണ്ടല്ലോ. അല്ലാഹുവേ അവിടുന്ന് ചാരത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ഒരു കരച്ചില് തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാ. എങ്ങനെയാ താങ്ങാൻ കഴിയാ? അവസാനം ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. 21 വർഷം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ആ കരഞ്ഞ വാപ്പയുടെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടു. തന്റെ പൊന്നാര മകന്റെ ജനാസ അടക്കിയിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന പിതാവിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കണ്ടു. കരഞ്ഞ വാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്?
കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? 21 കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ? നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ? അവന്റെ മുഖം കണ്ടോ വാപ്പാ? വാസി തന്ന പൊന്നുമോന്റെ മരിച്ചു കിടക്കുന്ന സമയത്ത് അവന്റെ മുഖത്തെ ചിരി കണ്ടോ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾ അവന്റെ വാപ്പയാകുന്നത് അവൻ മരിച്ചതുപോലെ ചിരിക്കുന്ന മുഖത്തോടെ പോകാൻ പരിശ്രമിക്കുക വാപ്പാ എന്ന് പറയുമ്പോ ആ പിതാവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. പടച്ചവനേ, അതാ അവന്റെ ഇളയ സഹോദരൻ അവനും കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ ഞാനും ഹാഫിളാ. അവന്റെ പൊന്നനിയൻ മുന്നിൽ നിന്ന് കരയുകയാ. അവനും നിന്ന് കരയുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു, ഹാഫിളാ എന്തിനാടാ കരയുന്നത്? 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുള്ളവനല്ലേ? അവരുടെ അകത്ത് ചോദ്യമില്ലല്ലോ. മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിച്ചില്ലേ? അപകടത്തിൽ മരിച്ചവനാണെങ്കിലും മുഖത്ത് പ്രകാശമുണ്ടായിരുന്നില്ലേ? മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ലേ? മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കുന്നവനല്ലേ? എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴും അത് പറയുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദനയാ. അല്ലാഹുവേ, ആർക്കാ താങ്ങാൻ കഴിയാ? ഈ വാഴ പറയുന്ന എനിക്കങ്ങനെ സംഭവിച്ചാ പറ്റുമോ? എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറയടാ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ചാവക്കാടിന്റെ പരിസരത്ത് വഅദിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട മാതാവിനെ കാണുകയോ. അല്ലാഹു ആ പെണ്ണിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? എന്റെ പുത്തൂരുള്ള പെങ്ങള് ഡിസംബർ 31 ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ ഒരു മാനെ കണ്ടു മോളെ. അതാ നാളെ രാവിലെ ഗൾഫിൽ നിന്ന് വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിന്ന ഭർത്താവ് രാത്രി കിടന്നതാ മയ്യത്താ കൊണ്ടുവന്നത്. പടച്ചവനെ, ഈ കഴിഞ്ഞ നബിദിനത്തിന് അതാ തന്റെ പൊന്നാര മകന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നിട്ട് പോകുമ്പോ ഉമ്മാനെ പുറകിലിരുത്തിയിട്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ചെറിയ പൊന്നുമോ അവന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങം വന്ന് വീഴുകയാ. ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങങ്ങ് വന്ന് വീഴുമ്പോ അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് തന്റെ പൊന്നാര മകനെ പിടഞ്ഞു മരിക്കുകയാ. അമ്മ പറഞ്ഞു, ഉസ്താദേ വിഷമമില്ല, എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടാ അവനെ കൊണ്ടുപോയത്. എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ? എന്റെ മുഖത്ത് എന്തൊരു പുഞ്ചിരിയായിരുന്നെന്നറിയുവോ? നിങ്ങളെ നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു താങ്ങാൻ കഴിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം തന്നാ താങ്ങാൻ കഴിയോ? അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തുന്നോ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നോ ഞങ്ങളുടെ പൊന്നാര മക്കളുടെ ജനാസ കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയോ? ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ചോ? ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയോ. ആർക്ക് വേണ്ടിയെന്നറിയുവോ? ഈ നാട്ടിലെ പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? ആരും സഹായിക്കാനില്ലാത്ത സൈതനമെന്ന് പറയുന്ന അനാചാരത്തിന്റെ പിടിയിൽപ്പെട്ടിട്ട് 30 കൊല്ലമായി 40 കൊല്ലമായി പടച്ചവനെ 10-35 വയസ്സായിട്ടും വിവാഹം കഴിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ വീടിന്റെ കത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല ലക്ഷ്യങ്ങളാണ് ഇവരുടെ പിന്നിലുള്ളത്. അതാ പടച്ചവരെ, വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളിയല്ലേ, ആ പള്ളിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓസിനാരും കൊടുക്കണ്ട, ഓടേണ്ടവൻ എഴുന്നേറ്റ് ഓടടാ, കൈകെട്ടിയിരിക്കേണ്ടവൻ ഇരുന്നോ, ഉറക്കം നടിക്കുന്നവൻ ഉറക്കം നടിച്ചോ. അല്ലാഹു പറഞ്ഞ പ്രതിഫലം സദഖത്തുറത്തുൽ ബലാ. വിപത്ത്
വിപത്തുകളെ തട്ടി മാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയുമോരേ. നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗമുണ്ടെങ്കിൽ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറുവോ മനുഷ്യ? മോരേ, ആ രോഗത്തിന് മരുന്ന്, ആ രോഗത്തിന് മാറ്റാറുള്ള മരുന്ന്, ആ രോഗത്തിന് മാറ്റാറുള്ള മരുന്ന്. നിന്റെ കിഡ്നി തകർന്നു പോയോ? ലക്ഷങ്ങൾ വേണ്ടേ സഹോദര? തസ്ലീം എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ പുറത്ത് റബ്ബേ ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരനാ. റബ്ബേ, ഇന്ന് കിഡ്നി തകർന്നിട്ട് കിടക്കുകയാണ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ. പടച്ചവനെ തകർന്നു പോയാൽ എങ്ങനാ സഹോദര? ഒരു തുള്ളി മൂത്രം വരില്ലല്ലോ, നിനക്ക് സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ലല്ലോ. എന്റെ വീട്ടിലും കിടപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ്. 4 കൊല്ലമായിട്ട് പടച്ചവനെ ഒരു ദിവസം അല്ലാഹുവേ ഒരാഴ്ചയിൽ 3 ഡയാലിസ, 5 മണിക്കൂർ പടച്ചവരെ അകത്തേക്ക് കയറ്റിയാ റബ്ബേ തിരിച്ചിറങ്ങുന്നത് വരെ സമാധാനമില്ല. കാരണം പലരുടെയും ജനാസയാണ് കൊണ്ടിറങ്ങുന്നത്. റബ്ബേ, ആ പിതാവിന് ശിഫ കൊടുക്കണേ അല്ലാ. കാണാൻ പോകുന്നവരോട് മുഴുവനും പറയും, 4 കൊല്ലമായി തന്റെ കൂടെ ഡയാലിസ് നടത്തിയ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ കത്താ. പക്ഷേ ആ മനുഷ്യനോട് ചോദിച്ചാ പറയും, എന്റെ മരുമോന് സദസ്സിൽ ദുആ ചെയ്യുന്നതിന്റെ മഹത്വവാ, സദസ്സിലെ ദുആഇന്റെ വില കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ, അവിടുത്തെ സദക്കയുടെ പ്രതിഫലമാണെന്ന് പറയുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ? വെറുതെയല്ല. നിന്റെ കുടുംബം വിറ്റ് ചികിത്സിക്കേണ്ട രോഗം പാപ്പാ ഇതിനകത്ത് മാറിയേക്കാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സദഖത്തു റത്തുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അല്ലാഹു താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ പോയി അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ, അവൻ 6 അടി മണ്ണിന്റെ കത്ത. അല്ലാഹു അവന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. കൂടെ സഞ്ചരിച്ച ചെറുപ്പക്കാരൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലില്ല. അല്ലാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ, ശിഫ കൊടുക്കുമാറാകട്ടെ. മരിച്ച വീട്ടിൽ മയ്യത്ത് ഓതാൻ പോയതാ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ. അവന്റെ പോതന്റെ അവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? 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 മടുത്ത 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3ാമത്തെ പ്രതിഫലം കൂടെ കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ കൈപൊക്കാത്തവൻ, ഈ കൈപൊക്കിയവൻ അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ വേണോ വേണ്ടയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് ഓടേണ്ടവൻ ഇറങ്ങി ഓടട്ടെ. പെട്ടെന്ന് പറ, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഫാറൂഖ്, ഏത് ഫാറൂഖ്? ഉംറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ HM ടിംബർ ദേർലക്കട്ടിലുള്ള ചങ്ങാതിയ, ഉസ്താദിന്റെ ഉംറയുടെ പൈസ ഞാൻ കൊടുത്തേക്കാന്ന് ആ സഹോദരൻ നിയത്ത് ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ഉംറയ്ക്ക് പോകാനുള്ള പൈസ ഒരു മടി ആര് തന്നാലും സ്വീകരിക്കണം, അതെന്റെ മാന്യതയാണ്. ഇവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റിന്റെ പെങ്ങടെ മോനാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആ മനുഷ്യന്റെ സദഖ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ പൈസ എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോ? ആളുണ്ടോ? അയാളെ കാക്കാരപ്പ ചങ്ങ സുഖല്ലേ? ആ പുഞ്ചിരി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്തായാലും തസ്ലീം ഒരു 10-60,000 രൂപത്തിൽ ഒരു ഉംറയ്ക്ക് പോവാ. സലീമിച്ച എന്തേപ്പെടാൻ കണ്ടുണ്ടോ? സലീമിച്ച അടുത്ത് 100 രൂപ കേട്ടോ. ഇൻഷാ അല്ലാഹ്
അതിനൊരു പരിഹാരമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്ക്, അപ്പൊ ഓടുന്നില്ലല്ലേ, നിർത്താറായി 11:30. ഇൻഷാ അല്ലാഹ് എന്തേ പ്രതിഫലം കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് ഇന്ന് മുതൽ പറയോ. ഒന്ന് കൈ പൊക്കിക്ക്, പ്രതിഫലം കേട്ട് ഇനി ചോദിക്കൂല ഞാൻ. അൽഹംദുലില്ലാഹ്, കൊള്ളാം കേട്ടാ, രക്ഷയുണ്ട്. ഇന്നത്തെ പ്രസംഗം കൊണ്ട് പ്രയോജനമുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ നിർത്തിയേക്കാം, ആരും പോണ്ട. പോകുന്നവരൊക്കെ പോട്ടുപ്പാ, എനിക്കിപ്പോ അത്യാവശ്യമൊന്നുമില്ല. പോകുന്നവരൊക്കെ പോട്ടെ. അള്ളാഹു നമുക്ക് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ പോയി മേടിച്ചോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ്. അതുകൊണ്ട് അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. റസൂലുള്ളാഹ് പറയുകയാ, 70 അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം 1. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു 700 പാപങ്ങൾ പൊറുക്കും. 2 താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരൂല. 3 അള്ളാഹു നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ജീവിതത്തിൽ അള്ളാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. എന്നാൽ ഇവരാരും പ്രയോജനം ചെയ്യാത്ത ചില സമയങ്ങളുണ്ട്. ഇവരെ കൊണ്ട് ഉപയോഗമില്ലാത്ത സമയങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വീടിന്റെ അകത്തിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ചില സമയങ്ങളുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ തന്നിട്ട് പള്ളിക്കുടിയിലേക്ക് പോയാ എങ്ങനെയാ ചെറുപ്പക്കാരാ? എടാ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിലേപ്പിച്ചിട്ട് നിന്റെ ഭാര്യ നിന്നെക്കാളും മുമ്പങ്ങ് പോയാ ഈ മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് വീടിന്റെ കത്തിരിക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. പെങ്ങള്, എല്ലാരും നിനക്കുണ്ട്, ഭർത്താവിന്റെ കുടുംബക്കാരുണ്ട്. പക്ഷേ ആ ഭർത്താവ് പെട്ടെന്ന് പോയാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. പടച്ചവനെ, ഭാര്യയും ഭർത്താവും ഒറ്റപ്പെട്ടു പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇസ്തിഗ്ഫാറിന്റെ 3ാമത്തെ പ്രതിഫലമാ പറഞ്ഞത്. 4 ഈ സദസ്സിലിരുന്ന് കൈവക്കിയ മനുഷ്യ മരിക്കുന്ന കാലത്തോളം ഈ ലോകത്ത് ഒരു പള്ളികളുടെ മുന്നിലും ഒരു പണക്കാരന്റെ വീടിന്റെ മുന്നിലും ഒരു സംഘടനയുടെ മുന്നിൽ പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം കഴിക്കാ പൈസയില്ലോ, ഓപ്പറേഷൻ ചെയ്യാ പൈസയില്ലോ, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് നിനക്ക് യാചിക്കേണ്ട അവസ്ഥ അല്ല തരില്ലടാ പൊന്നുമോര്. അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം, നിന്റെ അന്നം അല്ലാഹു മുട്ടിക്കൂല, നിന്റെ കുടുംബത്തെ അല്ലാഹു പട്ടിണിക്കിടൂല. അല്ലാഹു നിനക്ക് റിസ്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, 5ാമത്തെ പ്രതിഫലം കേട്ടോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട്. അതാ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച്, അതാ സർവ്വ മലക്കുകളും റൂഹ് പിടിച്ച് കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിച്ച് കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റബ്ബേ ദഖലൽ ജന്ന, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ.
അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഈ സദസ്സിലിരുന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 10 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഇരിക്കുന്നവർ എത്ര പ്രാവശ്യമാണ്? ആയിരക്കണക്കിന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും നിനക്ക് പറഞ്ഞു തരണ്ട, ഒരാളും വേണ്ടടോ, ഒരാളും വേണ്ടടോ. നിന്റെ ചെവിയുടെ ഭാഗത്തിരുന്നിട്ട് വാപ്പ പറഞ്ഞു തരണ്ട, ഉമ്മ പറഞ്ഞു തരണ്ട, മക്കള് പറഞ്ഞു തരണ്ട, കൂട്ടപ്പുറപ്പ് പറഞ്ഞു തരണ്ട, കൂട്ടുകാര് പറഞ്ഞു തരണ്ട, കുടുംബക്കാര് പറഞ്ഞു തരണ്ട. മോനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നാവ് കൊണ്ട് നിനക്ക് പറയാ കഴിയുമടാ. എവിടെ നോക്കിയിട്ടെന്നറിയുമോ? എവിടെ നോക്കിയിട്ടെന്നറിയുമോ? ഇന്ന മലക്കുൽ മൗതി മക്തൂബൻ അലാ ജബഹതിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ റആഹൽ മുഅ്മിനു തദക്കറു ശഹാദ. ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാറ്, ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാനില്ല പൊന്നുമോനെ. അല്ലാഹു തന്ന നാവ് കൊണ്ട് ഏതൊക്കെയോ വൃത്തികേടുകൾ പറയുന്ന നാവ് കൊണ്ട്, പടച്ചവനെ മോശമായ കാര്യങ്ങൾ പറയുന്ന ഈ നാവ് കൊണ്ട്, ഇസ്ലാമിനെ നാണം കെടുത്തുന്ന യുവത്വത്തിന്റെ നടുവില് ശവപ്പെട്ടിക്കകത്തുറപ്പ് കല്യാണം കഴിഞ്ഞു വരുന്ന ചെറുപ്പക്കാരന് അതാ ശവപ്പെട്ടിക്കകത്ത് വീട്ടിലേക്ക് കയറി വരുന്ന കാലമല്ലേ. ആരാമോനെ, ആരാമോനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ? വിവാഹം കഴിഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കയറി വരുന്ന അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുടെ കാലമാ. സ്വന്തം മാതാവിന് വീടിന്റെ മുന്നിൽ കുടിയെടുത്തിടുന്ന മക്കളുടെ കാലം. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് തന്റെ വീടിന്റെ മുന്നില് 6 അടി മണ്ണിന്റെ കബറും കുടിച്ചിട്ട് ഈസാങ്കല്ലും മേടിച്ചു വെക്കുന്ന മക്കളുടെ കാലമാ. അല്ലാഹുവേ, ഈ സമുദായത്തിന് നീ ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, വല്ലാത്ത പഠനത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ മനുഷ്യന് സാർത്ഥതയ്ക്ക് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുന്ന കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. മനുഷ്യന്റെ സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, അവന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എന്തിന് പരിശുദ്ധ ദീനിനെ പോലും വിറ്റുകളയുന്ന, പരിശുദ്ധ ദീനിനെ പോലും മറയാക്കുന്നവരുടെ കാലത്തുകൂടെയാ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനെ വെച്ച് പോലും കളിക്കുന്നവരുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ടവര്, അടുത്തൊരു മനുഷ്യൻ കയറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേര് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവേ, ആ മനുഷ്യനല്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാ. അദ്ദേഹത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി ആ സ്ഥാനത്തിന് ബഹുമാനിച്ചുകൊണ്ട് പറയുകയാ. ഒരിക്കലും ആ സ്ഥാനത്തിരുന്നിട്ട് പറയേണ്ട കാര്യമല്ല. സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമേ കടക്കുകയുള്ളൂ. എങ്ങനെ കഴിയുന്ന സഹോദരാ, എങ്ങനെ കഴിയുന്നടോ? 5 നേരം നീ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ, നിസ്കരിക്കുന്നവനല്ലേ, കേറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേരും വെച്ചിരുന്നിട്ട് കേറി മൈക്കിന്റെ മുന്നിലിരുന്നിട്ട് ചോദിക്കുകയാ മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുമോ? എന്റെ സഹോദരാ, ഇന്ന് നിന്റെ കൂടെ ആളുണ്ട്, നിനക്ക് കൈയടിക്കാൻ പ്രോത്സാഹനം തരാൻ എല്ലാത്തിനും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ, ആ മനുഷ്യനും വിശ്വസിക്കുന്ന ഖുർആനാ പറയുന്നത്. ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു വരും. മലക്കുൽ മൗത്ത് അസ്റായീൽ കാണേണ്ട താമസം പിടഞ്ഞു വീഴുമല്ലോ. ആരുമുണ്ടാകില്ല, ആരുമുണ്ടാകില്ല. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുകയാ, ഇതാ وقيل من راك وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق.
മസാക്. അസ്റായിലും അനുയായികളും പറയും വിളിക്കടാ, കൈയടിച്ചവനെ വിളിക്കടോ, കൂടെ നിന്ന് ജയ് വിളിച്ചവനെ വിളിക്കടോ. അല്ലാഹുവിന്റെ ദീനിന്റെ മുകളിൽ കൈവച്ചവരെ, നിന്റെ കൂടെ കൂടിയവരെ മുഴുവനും വിളിക്കടാ. നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ, ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ നാവുകൊണ്ട് നീ ഒരിക്കലും മറന്നു പോകരുത്. ആരുമാകട്ടെ, അല്ലാഹുവിന്റെ ദീനിന്റെ മുകളില്, ശരീഅത്തിന്റെ മുകളില് അല്ലാഹുവിന്റെ സ്വർഗത്തിനെ പോലെ ചോദ്യം ചെയ്യുന്ന കാലം കടന്നു വരുമ്പോ എവിടെ പോയാലും പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാ. എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരാ, മോഹമില്ലേ, മരിക്കുന്ന സമയത്തിൽ മരിക്കുന്ന സമയത്തിൽ ആയിരാകയില്ലെന്ന പറയണോ? ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ഈ രാത്രിയില്, ഈ ഡിസംബർ 31 രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പറയാ തയ്യാറാ? എനിക്കൊന്നുമില്ലോ, എനിക്ക് ആരുടെ മുന്നിൽ നാണം കെട്ടാലും എനിക്കൊന്നുമില്ലോ. എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം, എനിക്ക് ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തീരുമാനിച്ചവര് അല്ലാഹു തരുന്ന പ്രതിഫലമെന്നറിയോ? അതാ കാലിന്റെ തള്ളത്തിൽ നിന്ന് റൂഹ് പിടിച്ചു, മുട്ടുവരെയെത്തി, അരവരെയെത്തി, നെഞ്ചുവരെയെത്തി, കഴുത്തിന്റെ ഭാഗം വരെയെത്തി. അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, കൈവക്കിയ മനുഷ്യ, നിയ്യത്ത് ചെയ്ത മനുഷ്യ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലൊന്ന് നോക്കടാ. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലേക്ക് നോക്ക്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചിട്ട് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. തൗബ ചെയ്യുന്നവന്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവന് നിനക്കത് വായിച്ചിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെഴുതി വെച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വായിച്ചിട്ട് പോ. അതിനാടാ മരണം എന്ന് പറയുന്നത്. അങ്ങനെ അന്തസ്സോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടുത്തൊരു ചങ്ങാതി കയറി ഇരുന്നിട്ട് ചോദിക്കാം, മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളത്? എന്താ ആലോചിക്കുക. മുസ്ലിമീങ്ങൾ മാത്രമേ പോകത്തുള്ളത്, ബാക്കിയുള്ളവരൊന്നും പോകത്തില്ല. എവിടെ എത്തിയെന്നറിയോ മനുഷ്യൻ? എവിടെ എത്തിയെന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകണ്ട. ഈ ലൈവായ ഈ വയലിൽ ലൈവായത് കൊണ്ട് ഞാൻ പറയണില്ല. എന്തൊരു എന്താണെന്നറിയോ? ഓനാണ് മുസല്ല വിരിച്ചിട്ട് റോഡിൽ നിസ്കരിക്കുന്നത്. ഫോട്ടോ അല്ലാഹു അഅലം. കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹ്. പറ ചങ്ങാതിമാരെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഭൂകമ്പവും ഇടിവെട്ടൊക്കെ ഉണ്ടായില്ലെങ്കിൽ അല്ലേ? അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, മറ്റൊരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവനുള്ളത് അല്ലാഹു ദുനിയാവി വെച്ചെന്നെ കൊടുക്കും. ഇവിടെ ചോദിക്കണം, അവൻ പോവില്ലേ ഇവൻ പോവില്ലേ? ഓൻ പോവെന്ന് ആദ്യം നോക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നല്ല മരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 രണ്ടെണ്ണം കൂടെ പറയാൻ സമയം ഉണ്ടാവുമോ? നിർത്താറായില്ലേ? 12 മണിക്ക് ദുആ ചെയ്യണ്ടേ? ചെയ്യണ്ടേ? 5 മിനിറ്റ് ലൈറ്റ് അണയ്ക്കുന്ന സമയമല്ലേ അത്? 11:55 മുതൽ ആ 12 ലൈറ്റ് അണയ്ക്കുന്ന സമയം. മുമ്പിൽ നിൽക്കുന്നത് അമ്മയാണെങ്കിലും കയറി പിടിക്കുക. ഇരുട്ടത്തെ എറണാകുളത്തൊക്കെ പോയ, നമ്മുടെ കേരളത്തിലൊക്കെ എറണാകുളത്തൊക്കെ നോക്കി നിന്നോണം, ഇങ്ങനെ നിന്നോണം. ലൈറ്റ് അങ്ങോട്ട് അണയ്ക്കും, പിന്നെ എന്തൊരു 5 മിനിറ്റ് ഒന്നുമില്ല. അവസാനം പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും മുന്നിൽ നിൽക്കണേ, പെങ്ങളായിരിക്കും. അല്ലാഹു അഅലം. കാലം എവിടെ എത്തി നിൽക്കണം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായി കേട്ടോ. എല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാറായിട്ടുണ്ട്. അവനവന്റെ കാര്യം നോക്കി നടന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. 6 കാര്യത്തിൽ 4-ാമത്തെ കാര്യം,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബി ഉദ്ഉല്ലാഹ അയ്യജഅലനി മുസ്തജാബ ദഅവ, എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ. നബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറയും, അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ മാനദണ്ഡം അവൻ ഹറാമ് ഭക്ഷിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. തിന്നണത് പലിശ പൈസയാ. പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് മൊത്തം പലിശയുടെ പൈസയാ. അല്ല, പലിശയുടെ പൈസ കൊടുത്ത് ചോറും കറിയും മേടിച്ചു കൊടുത്ത് ഇട്ടിരിക്കുന്നത് പലിശ പൈസ ഹറാമ്, തിന്നിരിക്കുന്നത് ഹറാമ്, രക്തത്തിലൂടെ ഓടുന്നത് ഹറാമ്. എന്നിട്ട് ഇരുന്നിട്ട് അല്ലാ അല്ലാ എന്ന് വിളിച്ചാ കേൾക്കോ? അല്ലാ പറചങ്ങാതിമാരെ കേൾക്കോ? പറചങ്ങാതിമാരെ കേൾക്കോ? എടാ, സ്വന്തം രക്തത്തിൽ പലിശയെ തിന്നണേ എന്നനുസരിക്കേ. പലിശ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട, ഇവിടെ എന്താ അതിന് പറയാ? വണ്ടി. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. പലിശ 72ഓളം ഭാഗങ്ങളുണ്ടെന്ന്. അതിൽ ഏറ്റവും ചെറുതെന്തെന്നറിയോ? ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പലിശയുടെ പൈസ കൊടുത്ത് 1 കിലോ അരി വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീ ചിന്തിച്ചോണം, നിന്റെ ഉമ്മാനെ 32 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലിശ തിന്നുന്നത് നിസ്സാരമാണെന്ന് നീ കരുതിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലിശ അല്ലാഹുവിൻ പാവങ്ങൾ പലിശ തീറ്റി എഴുതുന്നവനും കൂടുന്നവനും എല്ലാം പോക്കാം. പലിശ കച്ചവടം, പലിശ എഴുതുന്നവനും വരെ നരകവാ. കൂട്ടു നിൽക്കുന്നവനും സാക്ഷി നിൽക്കുന്നവരെ. ഇപ്പൊ താടി ഹാജിയാക്കന്മാരാ പലിശ കച്ചവടം നടത്തുന്നത്. ഹജ്ജിന് പോയിട്ട് വന്നവന്മാര് പോലും ഇപ്പോ പലിശ കച്ചവടം നടത്തുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി നിൽക്കുമ്പോൾ അല്ലോ നിസ്കരിക്കാൻ 1ാമത്തെ സഫിലുണ്ട്. 1ാമത്തെ സഫിൽ അല്ലോ കൈകെട്ടനെ കെട്ട ഇത്രയും പൊക്കിയിട്ടാ കെട്ടണം. അല്ലാ, അടുത്ത് നിൽക്കുന്നവന്റെ തലയെ കൂടെ ഒക്കെ കൈകെട്ടണം. ചില ആൾക്കാർ അടുത്ത് നിൽക്കുന്നവന്റെ തലയിൽ ഇങ്ങനെ ഒരു കെട്ടുണ്ട്. പോക്കറ്റിൽ നോക്കിയാൽ 2000ന്റെ നോട്ടാലിരിക്കണം. കാരുണ്യയുടെ ലോട്ടറി. ഇങ്ങനെ പള്ളിയുടെ 1ാമത്തെ സഫില് മോദി സാഹിബിന്റെ അടുത്ത് ഇക്കൊണ്ടല്ലോ ഇമാമിന് നിസ്കാരം തെറ്റിയ ചാടിക്കയറേണ്ടവനാ. പുറകെ നിൽക്കുക. ഇമാമിന് നിസ്കാരം തെറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കയറണം. ഇമാമിന്റെ തൊട്ട് പുറകെ നിൽക്കുന്നവൻ. ഇമാമ സലാം വെട്ടിയിട്ട് ഇവനെ ഇങ്ങനെ നോക്കുമ്പോ ഇവ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോക്കറ്റ് ഇരിക്കൊണ്ട് എന്ത് ലോട്ടറി. ഇവിടെ ഉണ്ടോ? അത് ഇവിടെ ഇല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടപ്പാ. ആണോ? ലോട്ടറി, എളുപ്പ പൈസ. കോടി 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 1 കോടി 1 കോടി 1 കോടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇതാവസ്ഥ. കോടി നിന്റെ ഒടുക്കത്തെ കോടിയായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലും ഹറാമെന്ന് ആരും നോക്കണില്ല. ആരാ നോക്കണേ? എടാ, സ്വന്തം വാപ്പാടെ മയ്യത്ത് കബറി കൊണ്ടുവച്ചിട്ട് ഒരു മോൻ നിന്ന് കരയി അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യ, അല്ലാ എന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കല്ല. ഒരു കുഞ്ചുമോൻ, ഒരു പാപവും ചെയ്യാത്ത പ്രായപൂർത്തിയാകാത്ത ഒരു മകൻ തന്റെ വാപ്പാന്റെ കബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിക്കിട്ട് ദുആ ചെയ്യുമ്പോ അല്ല പറയും, മോനെ നീ ദുആ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം ഉണ്ടടാ, പക്ഷെ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ ദുആ ഞാൻ സ്വീകരിക്കൂല. കാരണം എന്തേ? നീ ഇട്ടിരിക്കുന്നത് ഹറാമായ വസ്ത്രം. മൽബസുഹു ഹറാം. മോനെ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമ്, നീ കഴിക്കുന്ന ഭക്ഷണം ഹറാമ്, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമ്. ഈ ഹറാമ് തിന്ന് നീ ദുആ ചെയ്താൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? സ്വന്തം വാപ്പാന്റെ കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താൽ പോലും സ്വീകരിക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും വളഞ്ഞ വഴി എത്ര പെട്ടെന്ന്, എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റുക? എങ്ങനെയാ പെട്ടെന്ന് പണക്കാരനാകാം? അതെല്ലാരും നോക്കണേ. എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാകാൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ട്. ബാംഗ്ലൂര് പോയിട്ട് മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരുണ്ട്. ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ ചെയ്യുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, റസൂലുള്ള പറയുകയാ, ഏതെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പലിശ നടത്തുന്നവര്, അതാ പിടിച്ചുപറി നടത്തുന്നവര്, കള്ളത്തരങ്ങളെ കാണിച്ച് പണമുണ്ടാക്കുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നീ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, സഹോദരാ മോനെ, എന്തിനാ
ആയുസ് കുറച്ച് കളയുന്നത്? നിന്റെ ആയുസ് എന്തിനാ നീയായിട്ട് നശിപ്പിച്ച് കളയുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെന്ന് പണത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. എടാ പണം കൊണ്ട് എന്ത് നേടാനാ? നിനക്ക് എഴുതിയതല്ലേ അള്ളാഹു നിനക്ക് തരികയുള്ളൂ. എന്തിനാ വഴഞ്ഞ വഴികൾ നോക്കുന്നത്? ഈ പണം കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാരാ? മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാൻ കഴിയുമോ പൊന്നുമോന്? വാപ്പ പോയപ്പോ വെറും കൈയോടെ സർവ്വതം നിന്റെ കയ്യിൽ തന്നിട്ട് പോയത് നീ മറന്നുപോയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ മാനദണ്ഡം എന്തെന്നറിയോ? നിന്റെ ഭക്ഷണം ഹലാലാക്കണേ, നിന്റെ വസ്ത്രം ഹലാലാക്കണേ, നീ കഴിക്കുന്നതും ധരിക്കുന്നതും ഹലാലാക്കണേ. പൈസ കൊടുത്ത് വീട് വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്താ സ്വീകരിക്കുവോ പൊന്നുമോള്? അല്ലാഹുവേ, പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ട് വീട് വെക്കുകയാ. ആ വീടിന്റെ അകത്ത് കിടന്ന് സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിന്തിക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. ഒന്നുമില്ലാത്ത നിനക്ക് വസ്തു തന്നത് അല്ലാഹുവല്ലേ. ആ വീടിന്റെ പണിയതാ, വീടിന്റെ പണി പകുതിയിലാക്കിയത് അല്ലാഹുവല്ലേ. അതിന്റെ ബാക്കി കൂടെ ചെയ്തു തരാൻ അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നിനക്ക് അറിയാ. പക്ഷേ ക്ഷമിക്കാൻ മനസ്സില്ല. ഏതെങ്കിലും വഴിയിലൂടെ കടമാണെങ്കിലും പലിശയാണെങ്കിലും ലോണാണെങ്കിലും എടുത്തിട്ട് വീട് വെക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഹറാമ് തിന്നുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ, ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാ. ഇത് കഴുകിക്കളയാൻ അള്ളാഹു തന്നിരിക്കുന്ന ഒരവസരമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദുആ സ്വീകരിക്കണമെങ്കിൽ 6 മാനദണ്ഡമുണ്ട്. അതിൽ 4ാമത്തെ മാനദണ്ഡം റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിന്റെ ഭക്ഷണവും നിന്റെ പാനീയവും നിന്റെ വസ്ത്രവും ഹലാലാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. 5ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുന്നു, 4ാമത്തെ കാര്യം എന്താ? നിരാശ കാണിക്കല്ലേ. പടച്ചവനെ, എത്ര കാലമായി ഞാൻ ദുആ ചെയ്യുന്നു, അല്ലാഹു ഞാൻ ചോദിക്കുന്നത് തരുന്നില്ലല്ലോ. നിരാശയാ, നിരാശയാ സഹോദരാ. ജീവിതത്തിൽ ഒരിക്കലും നിരാശ വെക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഒന്നുകിൽ അല്ലാഹു 3 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അല്ലാഹു അവന് ചോദിച്ച കാര്യം അല്ലാഹു അവന് സാധിച്ചു കൊടുക്കും, ഇല്ലെങ്കിലോ അല്ലാഹു പരലോകത്തേക്ക് അത് മാറ്റിവെക്കും. അല്ലെങ്കിൽ അല്ലാഹു എന്തെങ്കിലും വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെയും ദുആ അല്ലാഹു തട്ടിക്കളയൂല. ആര് ദുആ ചെയ്താലും 3-ൽ കാര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. 1ാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാകണം. 2ാമത്തെ കാര്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. 3ാമത്തെ കാര്യം ഹറാമുകൾ ഒഴിവാക്കണം. 4ാമത്തെ കാര്യം നിരാശബോധം. അയ്യോ, ഞാൻ ചെയ്ത് മടുത്തു, ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എല്ലാരും എന്താ ചോദിച്ച അപ്പ തന്നെ കിട്ടണം. എന്താ ഇന്റർനെറ്റ് യുഗമല്ലേ? ചോദിച്ച ഇങ്ങനെ നേരിട്ട് ഇറക്കി തരാം. മണ്ണും സെൽവി ഇറക്കിയതുപോലെ നിനക്ക് അള്ളാഹ് ഇറക്കി തരും. അങ്ങനല്ലോ മുൻഗാമികൾക്ക് മണ്ണും സെൽവി ആകാശത്ത് നിന്ന് പൊരിച്ച കോടിയൊക്കെ എടുത്തു കൊടുത്ത പോലെ നീ ചോദിച്ച ഉടനെ അള്ളാഹ് തരണം. നീ ആര്? അംബാനിയുടെ മോൻ. ചോദിച്ച പെട്ടെന്ന് തരണം, ഇല്ലെങ്കിൽ നീ പിണങ്ങും. നിരാശ കാണിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പറമക്കളെ, നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദര, നീ ദുആ ചെയ്ത അല്ലാഹു 3-ൽ ഏതെങ്കിലും ഒന്ന് തരും. എങ്ങനെ തരും? 3 കാര്യത്തിൽ ഒന്ന്. നീ അല്ലാഹുവിനോട് പടച്ചവനെ എനിക്ക് നീ തരണേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നീ ചോദിച്ചത് അല്ലാഹ് തരും. അല്ലെങ്കിൽ അത് നിനക്ക് പരലോകത്തേക്ക് മാറ്റി വെക്കണേ നല്ലത്. നാളെ പരലോകത്ത് നീ മീസാൻ എന്ന ത്രാസിന്റെ മുന്നിൽ നിൽക്കുമ്പോ
അള്ളാഹുവെ പടച്ചവനെ നിനക്ക് അള്ളാഹു സ്പെഷ്യലായിട്ട് ചില കെട്ടുതരുന്ന ചില പൊതി, മീസാൻ എന്ന ത്രാസിൽ ചില സ്പെഷ്യൽ പൊതി എടുത്തിടും. അല്ലാ ഇതേതാ പടച്ചവനെ? എടാ നീ ദുനിയാവി വെച്ച് ദുആ ചെയ്തപ്പോ ഞാൻ ദുആ സ്വീകരിക്കുന്നില്ല, ഒരുപാട് നീ ചോദിച്ചു തന്നില്ലല്ലോ, അത് മാറ്റി വെച്ചതാ. അപ്പൊ മനുഷ്യൻ പറയും അത്ര ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആ അള്ളാഹ് സ്വീകരിക്കാതിരുന്നാ മതി. നാളെ പരലോകത്ത് വെച്ച് പറയുവത്ര എന്റെ ഒരു ദുആയും സ്വീകരിക്കാതിരുന്നില്ലെങ്കിൽ എത്രയും നല്ലതായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നീ നീ ചോദിച്ച കാര്യം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും വിപത്ത് അല്ലാഹു മാറ്റിത്തരും, അല്ലെങ്കിൽ പരലോകത്ത് അത് അല്ലാഹു മാറ്റിവെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴാണെങ്കിലും എത്രയോ പ്രവാചകന്മാര് ദുആ ചെയ്തിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹു കൊടുത്ത പ്രവാചകന്മാരുടെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കുക, എന്നെങ്കിലും ഒരിക്കൽ അല്ലാഹു തരും. ദുആ സ്വീകരിക്കണമെങ്കിൽ പല മാനദണ്ഡങ്ങളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചരിത്രം, ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ 3 മനുഷ്യന്മാരുടെ കഥ ഖുർആൻ പറയുന്നില്ലേ? ഹദീസിൽ കാണാമല്ലോ. എന്താ പഠിച്ചു നോക്കാത്തെ? ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്ത് സ്വീകരിക്കുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 ചെറുപ്പക്കാർ, 3 ആണുങ്ങൾ അല്ലാഹുവെ പടച്ചവൻ അവര് പെട്ടെന്ന് മഴ പെയ്തപ്പോ അവരെല്ലാവരും 3 പേരും കൂടെ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ഗുഹയ്ക്കകത്ത് കയറിയിരുന്നപ്പോ ഒരു പാറ വന്നിട്ട് ഈ ഗുഹയുടെ വാതിലി വീണ് അടഞ്ഞു. 3 പേരും ഗുഹയ്ക്കകത്താ, പുറത്തോട്ട് പറ്റൂല. ആ സമയത്ത് എത്ര പരിശ്രമിച്ചിട്ടും ഇറങ്ങാൻ പറ്റണില്ല. അപ്പൊ 3 പേരിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇത് പഠിച്ചോ? എന്താ പറഞ്ഞേ? എടാ, ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുവിനുടെ മുന്നിലോട്ട് എടുത്തു പറഞ്ഞിട്ട് ദുആ ചെയ്യാം. 3 പേരും തീരുമാനിച്ചു. അതിലെ 1-ാമത്തെ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 1-ാമത്തെ മനുഷ്യന് 2 ഇരു കരങ്ങൾ ഗുഹയ്ക്കകത്തിരുന്ന് ഉയർത്തിയിട്ട് പറയുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിച്ചവനാണ് റബ്ബേ. എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അല്ലാഹുവേ, എല്ലാ ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, പാല് കറന്നിട്ട് എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുത്തതിന് ശേഷമേ ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ളൂ. ഞാൻ ആദ്യം പാല് കറന്നിട്ട് കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾക്കോ, അല്ലാതെ എന്റെ മക്കൾക്ക് ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നാഥാ, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നത് താമസിച്ചാട് റബ്ബേ, ആടിന്റെ പാല് കറന്നു. അതാ അവിടെ നിന്ന് പാല് കറന്നിട്ട് ഉമ്മയ്ക്ക് കൊടുക്കാ വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ തന്റെ മാതാപിതാക്കള് കിടന്നു ഉറങ്ങുകയാ. ഉമ്മ ഉറങ്ങുകയാണ്. വിളിച്ചുണർത്തുന്നത് അദബുകേടാണ്. ഉറങ്ങുന്ന മനുഷ്യനെ ഖുർആൻ ഓതി പോലും ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ കിടന്ന് ഉറങ്ങുമ്പോ ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് പാല് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഉമ്മാനെ ഉണർത്താതെ പാലും പിടിച്ചു നിൽക്കുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്നിട്ട് സഹിക്കാൻ കഴിയാതെ വാപ്പയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ വിശക്കുന്നു വാപ്പാ, കുടിക്കാൻ ഇത്തിരി പാലിതാ വാപ്പാ. എന്റെ പൊന്നാര മക്കള് കാലിൽ പിടിച്ച് കരയുകയാ. എന്റെ ഉമ്മയും ഉപ്പയും കുടിക്കാതെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കൂല. പടച്ചവരെ, അവസാനം സ്വന്തം മക്കളെ കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിന്റെ മുന്നിൽ തളർന്നു വീഴുകയാ. എന്നിട്ടും കൊടുത്തില്ല. അവസാനം തന്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ പാലും കൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും മുന്നിൽ കാത്തു നിന്നു. ഈ മനുഷ്യൻ പറയുന്നു, നാഥാ, ഇത് ചെയ്തത് നിന്റെ തൃപ്തി മാത്രം കരുതിയട്ടാ തമ്പുരാര്. അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചെങ്കിൽ ഈ പാറ മാറ്റി തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുമ്പോ അടഞ്ഞിരിക്കുന്ന പാറയങ്ങ് കുറച്ചു മാറുകയാണ്. വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. 2-ാമത്തെ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ, എന്റെ വീട്ടിൽ കുറച്ചു പേര് ജോലിക്കുണ്ടായിരുന്നു. അതാ ജോലി കഴിഞ്ഞ് പോകുമ്പോ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല. അവസാനം ആ മനുഷ്യന്റെ ശമ്പളം ഞാൻ മാറ്റിവെച്ചു. ഒരു ആടിനെ വാങ്ങി. അതിങ്ങനെ പെരുകിയിട്ട് ഒരുപാട് ആടുകളായി.
അവസാനം ഒരു ദിവസം ആ മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ കൂലി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മനുഷ്യ, ആ മലഞ്ചെരിവിൽ കാണുന്ന ആടുകൾ മുഴുവനും നിന്റെതാണ്, അത് നിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണ്. അവസാനം പറഞ്ഞില്ല, നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയാടാട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാ പറയുമ്പോ അതാ മലഞ്ചെരുവിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെ മുഴുവനും ആ മനുഷ്യൻ കൊണ്ടുപോവുകയാ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാ, ഇത് നിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ട് ചെയ്തതാ തമ്പുരാന്, സ്വീകരിച്ചെങ്കിൽ ഈ പാറ മാറ്റിത്തരണേ അല്ലാ. ചെറുപ്പക്കാരാ, പാറയതാ പിന്നെയും മാറുകയാണ്, ഇറങ്ങി പോകാൻ കഴിയില്ല. ആ സമയത്ത് മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, ആ ഗുഹയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നു, നാഥാ, എന്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടായിരുന്നു നബിയല്ലാഹുവേ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. എനിക്കവളെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്തിട്ടും അവൾ എനിക്ക് വഴിപ്പെടുന്നില്ല. അവസാനം അവൾക്ക് ദാരിദ്ര്യം പിടിപെട്ടു. എന്റെ മുന്നിൽ വന്ന് സഹായം ചോദിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, അല്ലാ, എനിക്ക് നീ ശാരീരികമായി ബന്ധപ്പെടാൻ അനുവദിച്ചാൽ നിനക്ക് ഞാൻ പണം തരാമെന്ന് പറഞ്ഞു. ഒരു ഗതിയുമില്ലാതെ ആ പെണ്ണതിന് സമ്മതിക്കുകയാണ്. അവസാനം ആരുമില്ലാതെ വീടിന്റെ ഉള്ളറകളില് എല്ലാം അടച്ചിട്ട് രഹസ്യമായിട്ട് ആ പെണ്ണിന്റെ 2 കാലുകൾക്കിടയില് അവിടെ നിന്ന് വ്യഭിചരിക്കുന്നതിന് വേണ്ടി തെറ്റ് ചെയ്യാൻ സർവാവസരങ്ങളും കിട്ടി. അവിടെ നിന്ന് പാപം ചെയ്യാൻ ആ പെണ്ണിന്റെ മുന്നിൽ പോയിരുന്നപ്പോ ആ പെണ്ണ് ചോദിച്ചു, ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ പേടിയില്ലേടാ, അല്ലാഹുവിനെ പേടിയില്ലേ? പെണ്ണിന്റെ ചോദ്യം കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. മൂന്നാമത്തെ ചെറുപ്പക്കാരൻ പറയുന്നു, അല്ലാ, നിന്റെ ഭയം നട്ടാ ഞാൻ ഇറങ്ങിപ്പോയത്, അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. 3 പേരും അവിടെ നിന്ന് ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അതാ പാറ നീങ്ങുകയാ. അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഒരിക്കലും നിരാശ വെക്കല്ലോ. അല്ലാഹു നിന്നെ കൈവിടൂല, പടച്ചറപ്പ് നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ, അതുകൊണ്ട് പ്രതീക്ഷ കൈവിടല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യൂ. അല്ലെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, സദഖ ചെയ്തിട്ട് ദുആ ചെയ്യൂ, സലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്യൂ, അല്ലാഹുവേ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. ഇതൊക്കെ ദുആയിക്ക് ഇജാബത്തുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുമ്പോ, സഹോദരാ, 4-ാമത്തെ കാര്യം അതാണ്. 5-ാമത്തെ കാര്യം എന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നു, പൊന്നുമോനെ, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ്, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 5 വിശദീകരിക്കുന്നില്ല. 12 മണിയായി ദുആ ചെയ്യാൻ പോകുകയാണ്. 5 നീ നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാലം കടക്കുന്നത് വരെ രാമായണ, പാലം കടന്നു കഴിഞ്ഞ കൂരായണ, കാര്യം നടക്കുന്നത് വരെ അല്ലാഹനെ വേണം. പടച്ചവനെ, ജോലിയില്ല അല്ലാ, മക്കളില്ല അല്ലാ, വീടില്ല അല്ലാ, കടവ അല്ലാ, കല്യാണം നടക്കണ അല്ലാ, കരഞ്ഞു വിളിച്ച് ദുആ ചെയ്ത് നിന്റെ കരച്ചല് കണ്ടിട്ട് അല്ല നിനക്കല്ലാതെന്നു വീട് കിട്ടി, മക്കളെ കിട്ടി, പെണ്ണ് കെട്ടി, പിന്നെ പള്ളിയില്ല, പട്ടമില്ല. പൊന്നുമോനെ, റസൂലുള്ളാഹി പറയുന്നു, നിന്റെ ദുആ സ്വീകരിക്കടോ. നന്ദിയില്ലാത്തവനാകല്ലേ, നന്ദികേട് കാണിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ ദുആ ഉസ്താദ് 101 രൂപ, ഉസ്താദ് ഗൾഫിൽ പോണ ഉസ്താദ്, വിസ കിട്ടണ ഉസ്താദ്, കരഞ്ഞ് ദുആ ചെയ്ത് വിസ കിട്ടി, ജോലി കിട്ടി. ഇപ്പോഴോ
അല്ലേ? ഉസ്താദെ മക്കളില്ല ഉസ്താദെ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം, മജ്ലിസിനൂറി ദുആ ചെയ്യണം, കിട്ടി. ഇപ്പോഴോ നല്ല പെണ്ണിനെ കിട്ടണം. സാധാരണ നല്ല പെണ്ണിനെ കിട്ടണം, ദുആ ചെയ്യല ഇല്ല. 101 1001 കൊടുത്ത് ദുആ ചെയ്തു, പണക്കാരന്റെ മോളെ കിട്ടിയപ്പോ അല്ലാഹു അല പള്ളി അല്ലാഹ് ആരാ അവനറിയത്തില്ല. എടാ പഴഞ്ചൊല്ലുണ്ട് ഇവിടെ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയണതാ, എന്താ പറയാ, കാര്യം കാണുന്നത് വരെ പാലം കിടക്കുന്നത് വരെ രാമായണ, പാലം കിടന്നു കഴിഞ്ഞാൽ തന്നെ. ആ പഴഞ്ചൊല്ല് തന്നെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, കടലിൽ പോയിട്ട് അദാബ് ഇറങ്ങുമ്പോ കാറ്റും മഴ ഇടിയൊക്കെ വരുമ്പോ അല്ലോ വിളിച്ചു പോകുമ്പോ കരച്ചില എന്തൊക്കെയാ, അള്ളാഹ് രക്ഷപ്പെടുത്തല്ല. കരയിൽ കയറി കഴിഞ്ഞാൽ കരയിൽ കയറി കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേട് കാണിക്കില്ലടാ. എടാ ഇന്നത്തെ രാത്രി നിനക്കുള്ളതാ, തൗബ ചെയ്തോ സ്വീകരിക്കും. നാളെ രാവിലെ പോയിട്ട് വീണ്ടും പഴയ പരിപാടി തുടങ്ങരുത്. അങ്ങനല്ല. ഇപ്പൊ ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞു, പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്തു, സർവ്വ പാപങ്ങളും കളഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, നല്ല പാട്ട് നടക്കുന്നുണ്ട്. കേറരുത്, നന്ദിയില്ലാത്തവനാകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.